സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കുകയാണെന്ന് ഉച്ചയ്ക്ക് ട്രംപ് ഈ ഒരു പുരസ്കാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് വാദഗതികൾ ഉയർന്നു വരുന്നുണ്ട്. ഗസയിലും യുക്രൈനിലും യുദ്ധവിരുദ്ധ നീക്കങ്ങൾ നടത്തിയ സംഘടനകൾക്കും വ്യക്തികൾക്കും സാധ്യതയുണ്ടെന്ന് മറ്റു ചില വാദഗതികൾ കൂടി വരുമ്പോൾ ബി ജെയിംസ് വീണ്ടും ചേരുന്നു. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ ബി ജെയിംസ്. ശരിക്കും ഞാൻ ആലോചിക്കുന്നത് അദ്ദേഹത്തിന് ഈ പുരസ്കാരം കിട്ടാതെ പോയാൽ എന്തെങ്കിലും അപകടം ഉണ്ടാവും എന്നുള്ളതാണ്. പറഞ്ഞത് ഒരു പരിധി വരെ ശരിയാണ്. കാരണം ഈ ട്രംപ് നമ്മൾ ഈ പാഞ്ചേട്ടൻ സിനിമയിൽ പത്മശ്രീ പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ ഈ കസേരയിലിരുന്ന് ഇത് പ്രഖ്യാപിക്കുന്ന സമയത്ത് നോക്കിയിരിക്കുകയും അത് കിട്ടിയില്ലെന്ന് പറഞ്ഞ് ആ കസേര മറിഞ്ഞ് വീഴാനുള്ള സാധ്യത ഞാൻ മമ്മൂട്ടിയുടെ പ്രസിദ്ധമായ പാഞ്ചേട്ടൻ എന്ന കഥാപാത്രത്തെ ഓർത്തു പോവുകയാണ്. എന്തായാലും ട്രംപിന് കിട്ടാൻ സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. ഒരുപക്ഷെ അടുത്ത വർഷം കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും പ്രഷറൈസ് ചെയ്യാതിരിക്കാം. കാരണം ഒന്ന്, സമയപരിധി കഴിഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ പ്രധാനപ്പെട്ട് ട്രംപ് അനുകൂലമായി ചെയ്ത കാര്യങ്ങൾ പോലെ തന്നെ പ്രതികൂലമായ ഒരുപാട് കാര്യങ്ങൾ, ഇറക്കുമതി തീരുവയും ഇതൊക്കെ പ്രഖ്യാപിച്ച് ഒരുപാട് ജനങ്ങളെ കഷ്ടത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, പാലസ്തീൻ പ്രക്ഷോഭത്തെ അമേരിക്കയിൽ അടിച്ചൊതുക്കി, മറ്റേ ഇറാനിൽ ബോംബിടാൻ വിമാനങ്ങൾ അയച്ചു. അപ്പോൾ സമാധാനത്തിന് വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ ട്രംപ് ഇതിനിടയിൽ നടത്തിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണങ്ങൾക്കൊക്കെ ആയുധം ജോ ബൈഡൻ കുറച്ച് ആയുധേ കൊടുത്തുള്ളൂ. വേഗം ആയുധങ്ങൾ ഇസ്രായേലിന് ഒരുപാട് നൽകി. അപ്പം അതുകൊണ്ട് ട്രംപ് സമാധാനം കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ തന്നെ ട്രംപ് ഈ ഭീഷണിപ്പെടുത്തി സമാധാനം കൊണ്ടുവരുന്ന തരത്തിലേക്കാണ് എത്തിയത്. എന്തായാലും മറ്റേ വെടിനിർത്തി എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്, അല്ലാന്ന് പറയുന്നില്ല. എന്തായാലും എസ്കെയിന് അതിൽ ഇപ്പോൾ പരിഗണിക്കപ്പെടുന്ന പേരുകളിൽ സൂചനകൾ വരുന്നത് ഗ്രെറ്റ തുൻബർഗ്, സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തകയും മനുഷ്യാവകാശ പ്രവർത്തകയാണ്. അവരാണ് 2 തവണ ഗ്ലോബൽ സുമുദ്ര ഫ്ലോട്ടില്ലയുടെ കപ്പൽ വ്യൂഹത്തിൽ വന്ന് അവിടെ ഭക്ഷണം വിതരണം ചെയ്യാൻ ശ്രമിച്ചതും അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അവർ 2ാമത്തെ തവണ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ദിവസം കൊണ്ടുപോയപ്പോൾ മുടിയിൽ പിടിച്ച് വലിച്ച് അടിക്കുകയും ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. അവരൊരു പ്രതീകമായി നിൽക്കുന്നുണ്ട്. ഒരുപാട് സംഘടനകളുണ്ട് ഉക്രൈനിലും അതുപോലെ തന്നെ ഗസയിലും യുദ്ധത്തിനെതിരെ പ്രവർത്തിച്ച അവരുടെയൊക്കെ പേരുകൾ രംഗത്തുണ്ട്. അതുകൊണ്ട് ട്രംപിന് കിട്ടാൻ സാധ്യതയില്ല. എസ്കെയും പറഞ്ഞ പോലെ ഇനി ട്രംപിന് കിട്ടിയില്ലെങ്കിൽ എന്നാൽ ഇനി സമാധാന ചർച്ചയൊന്നും വേണ്ട, ഇനി അടിച്ചോട്ടെ എന്ന് വിചാരിക്കില്ലെന്ന് വിചാരിക്കാം. കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് അടുത്ത വർഷത്തേക്ക് ട്രംപ് എപ്പോഴും ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. കാരണം തോറ്റു കഴിഞ്ഞ് 4 വർഷം രണ്ടാമത് അധികാരത്തിൽ വരാൻ വേണ്ടി അത്രയും പ്രയത്നിച്ച ആളാണ്. അതുകൊണ്ട് പിൻവാങ്ങുന്ന പ്രശ്നം ഉണ്ടാവില്ല. ട്രംപ് ഈ സമാധാന സമ്മാനം ഈ വർഷം പ്രതീക്ഷിക്കും, ഇല്ലെങ്കിൽ അടുത്ത വർഷം എന്ന് സമാധാനിക്കും. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള എല്ലാവരും നിർണായകമായിട്ട് ഈ സമാധാന സമ്മാനം കഴിഞ്ഞ 4-5 ദിവസമായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു വിവിധ മേഖലകളിൽ. പക്ഷേ ഏറ്റവും പ്രസ്റ്റീജിയസ് ഈ സമാധാന സമ്മാനം തന്നെയാണ്. അത് പ്രഖ്യാപിക്കുന്നത് കാത്ത് എല്ലാവരും ഇരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ബി ജെയിംസിന്. നാളെ കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.